കൂടെ ജീവിച്ചു. നരകത്തിൽ നിന്ന് ഓടിപ്പോകണമെന്ന ദൃഢനിശ്ചയത്തോടു കൂടെ അവർ ജീവിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് നിസ്കാരത്തിൽ കരച്ചിലാണ്, ഖുർആൻ ഓതുമ്പോൾ കരച്ചിലാണ്. അതിനുവേണ്ടി അവർ സമയം ഉപയോഗപ്പെടുത്തിയവരാണ്. ഇനി വരാം മൻസൂർ ബിൻ സഫിയ എന്ന് പറയുന്ന ഒരു മഹാൻ. അദ്ദേഹവും എല്ലാ നിസ്കരിക്കുമ്പോഴും അദ്ദേഹം കരയുക തന്നെ. അങ്ങനെ മഹാന്മാര് നിസ്കാരത്തിൽ കരഞ്ഞ മഹാരഥന്മാരുടെ ചരിത്രം ഒരുപാട് പറയാനുണ്ട്. ഞാൻ അതിന്റെ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഒരു ദിവസം പള്ളിയിൽ ചെന്നപ്പോൾ വാപ്പയാകുന്ന ഉമർ റളിയല്ലാഹു അൻഹു ഇമാം നിൽക്കുകയാണ്. ഞാൻ മൂന്നാമത്തെ സഫിലാണ്. വാപ്പയുടെ ഓത്ത് കേൾക്കുമ്പോൾ നിസ്കാരത്തിലുള്ള കരച്ചിൽ മൂന്നാം സഫിലുള്ള എനിക്ക് കേൾക്കാമായിരുന്നു. അത്രത്തോളം നിസ്കാരത്തിൽ കരഞ്ഞ മഹാന്മാർ. താബീങ്ങളിൽപ്പെട്ട വലിയൊരു മഹാന് ഇതുപോലെ തന്നെ നിസ്കാരത്തിൽ ഭയഭക്തിയോടുകൂടെ നിസ്കരിച്ച മഹാനാണ്. വളരെ ആത്മാർത്ഥയോടുകൂടെ നിസ്കരിച്ച മഹാനാണ്. അപ്പൊ അദ്ദേഹത്തോട് ഒരു ചോദ്യം, എങ്ങനെയാണ് നിസ്കാരത്തിൽ നിങ്ങൾക്ക് ഈ ഭയഭക്തി കിട്ടുന്നത്? ഞങ്ങൾക്ക് ഒരു പക്ഷേ വീട്ടിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ആണ് നിസ്കാരത്തിൽ വരാറ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര ഒരു ഭയഭക്തി നിസ്കാരത്തിൽ കിട്ടുന്നത്? അപ്പൊ ഫഖാല, അദ്ദേഹം പറഞ്ഞു, അഖൂമു ഇലാ സ്വലാത്തി, ഞാൻ നിസ്കാരത്തിലേക്ക് അങ്ങോട്ട് നിൽക്കും. വജഅലുൽ കഅബത ബൈന ഹാജിബയ്യ, എല്ലാവരും തിരിഞ്ഞു നിസ്കരിക്കുന്ന കഅബ എന്റെ രണ്ട് പിരികത്തിന്റെ മുന്നിലാക്കിക്കൊണ്ടാണ് ഞാൻ നിസ്കരിക്കാറ്. വസിറാത്ത് തഹ്ത ഖദമി, സിറാത്ത് എന്ന് പറയുന്ന പാലം, ആ പാലം എന്റെ കാലിൻ ചുവട്ടിലുണ്ടെന്ന് ഞാൻ വിചാരിക്കും. വൽ ജന്നത അൻ യമീനി, സ്വർഗ്ഗം എന്റെ വലതു ഭാഗത്താണെന്ന് ഞാൻ വിചാരിക്കും. വന്നാറ അൻ ശിമാലി, നരകം എന്റെ ഇടതു ഭാഗത്തുണ്ടെന്നും ഞാൻ വിചാരിക്കും. വമലക്കുൽ മൗത്ത് വറായി, അസ്റായീൽ എന്റെ വേക്കിലുണ്ടെന്നും ഞാൻ വിചാരിക്കും. അദുന്നുഹാ ആഖിറ സ്വലാത്തി, ഇതെന്റെ അവസാന നിസ്കാരമാണെന്നും ഞാൻ വിചാരിക്കും. ഈ വിചാരങ്ങൾ എന്നെ നിസ്കാരത്തിൽ കരയിപ്പിച്ചു. അപ്പൊ മുൻഗാമികളുടെ റമളാൻ ഇങ്ങനെയായിരുന്നു. അവര് വെറുതെ സ്വർഗത്തിൽ പോയവരല്ല, നോമ്പ് തുറക്ക് വിഭവം കൂട്ടി സ്വർഗത്തിൽ പോയവരല്ല, അത്താഴത്തിന് വിരുന്ന് കൂട്ടി സ്വർഗത്തിൽ പോയവരല്ല. ഇന്ന് അവിടെ ഇവിടെയൊക്കെയായി പെൺകുട്ടികൾ ഓടിപ്പോകുന്ന, പെൺകുട്ടികൾ ചാടിപ്പോകുന്ന, മറ്റ് മതസ്ഥർ കൂടെ പോകുന്ന വിഷയങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിനുള്ള കാരണം? വീടുകളിൽ ആത്മീയമായ പര്യവേഷമില്ല. വീടുകളിൽ ആത്മീയമായ പര്യവേഷമില്ല. പഠിപ്പിക്കുന്ന ഭൗതിക കലാലയങ്ങളിലോ ആത്മീയമായി ചിന്തിക്കാനുള്ള ദൃഷ്ടാന്തങ്ങളൊന്നുമില്ല. രക്ഷിതാക്കളോ അത് പഠിപ്പിച്ചു കൊടുക്കാൻ മുതിരുന്നുമില്ല. മക്കൾ എങ്ങനെ നടന്നാലും കുഴപ്പമില്ല, എങ്ങനെയായാലും അവൻ ഭൗതിക വിദ്യാഭ്യാസം പഠിക്കട്ടെ, അവനൊരു ഡോക്ടർ ആകട്ടെ, അവനൊരു എഞ്ചിനീയർ ആകട്ടെ, അല്ലെങ്കിൽ അവളൊരു നഴ്സ് ആകട്ടെ, അല്ലെങ്കിൽ അവള് വേറെ എന്തെങ്കിലും എയർ ഹോസ്റ്റസ് ആകട്ടെ. ഇങ്ങനെയുള്ള ചിന്തയിലേക്ക് രക്ഷിതാക്കൾ കടന്നു വന്നപ്പോൾ ഭൗതികപരമായ ഭ്രമം ബാധിച്ച മക്കളിൽ ഇസ്ലാമികപരമായ പരിവേഷം ഇല്ലാതെയായപ്പോൾ മക്കൾ ചാടിപ്പോകാൻ തുടങ്ങി, അന്യമതസ്ഥരും കൂടെ പോകാൻ തുടങ്ങി. ഇതിനെല്ലാം ഉത്തരവാദികൾ രക്ഷിതാക്കൾ തന്നെ. നാളെ ആഖിറത്തിൽ ആ മക്കള് നിങ്ങളെ ചവിട്ടിയിറക്കും കേട്ടോ. അതുകൊണ്ട് മക്കളെ നല്ല രീതിക്ക് പഠിപ്പിക്കണം. ഇസ്ലാമികമായ ബോധം മക്കൾക്ക് നൽകണം. ഇസ്ലാമികമായ ആദർശം പഠിപ്പിച്ചു കൊടുക്കണം. സുന്നി ആദർശത്തിലായി മക്കളെ വളർത്തണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഹാദാ ശഹ്റുൽ ഖിയാം, ഇത് രാത്രി നിന്ന് നിസ്കരിക്കാനുള്ള മാസമാണ്. ഇനി മൂന്നാമതായി റമദാനിനെ നാം ജീവിപ്പിക്കേണ്ടത് ഇത് പ്രാർത്ഥനയുടെ മാസമാണ്. പരിശുദ്ധമായ റമദാൻ അത് പ്രാർത്ഥനയുടെ മാസമാണ്. കാരണം ഇബാദത്തിന്റെ ആരാധനയുടെ മർമ്മമായ ഒന്നാണ് പ്രാർത്ഥന എന്നുള്ളത്.
പ്രാർത്ഥിച്ചാൽ നമുക്ക് റബ്ബ് ഉത്തരം തരുക തന്നെ ചെയ്യും. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ റബ്ബ് നമുക്ക് ഉത്തരം തരുക തന്നെ ചെയ്യും. കാരണം തന്റെ അടിമകളോട് എല്ലാ നിലക്കും ഇഷ്ടമുള്ളവനാണ് റബ്ബ്. ചില സന്ദർഭത്തിൽ ചോദിച്ചാൽ തരൂല. SSLC പാസ്സായ കുട്ടികൾക്ക് ചിലപ്പോൾ നമ്മൾ സൈക്കിൾ വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞാൽ വാങ്ങിക്കൊടുക്കാറില്ല. അത് ആ കുട്ടിയോടുള്ള ദേഷ്യം കൊണ്ടല്ല, ആ കുട്ടികളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. എന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ റബ്ബിന്റെ ഓരോ കാര്യങ്ങൾ ചോദിച്ചാൽ ആ സ്പോട്ടിൽ തന്നോളന്നില്ല. അതുകൊണ്ട് റബ്ബിന് നിങ്ങളോട് എന്തുണ്ടാവില്ല, ദേഷ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നാം ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ആ സമയത്ത് നമുക്കത് കിട്ടിയില്ലെങ്കിൽ അത് നമുക്ക് ഖൈറല്ല എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഖൈറല്ലാത്തത് കൊണ്ടാണ് എന്റെ റബ്ബ് എനിക്ക് തരാഞ്ഞത്. അല്ലാതെ നിസ്കാരം മുമ്പ് എല്ലാവർക്കും പണം പഠിച്ചെന്ന് തോന്നിയിരിക്കും പറഞ്ഞ പോലെയല്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ചിന്തിക്കാൻ പോലും പാടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് എല്ലാ നിലക്കും ഇഷ്ടമുള്ള ആളാണ്. അതുകൊണ്ട് റബ്ബിലേക്ക് നാം ഖേദിച്ച് മടങ്ങി പ്രാർത്ഥിച്ച് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ചോദിച്ചു വാങ്ങണം. അതിനുള്ള ഒരു അവസരം നാം ഉണ്ടാക്കിയെടുക്കണം. അത് ഉണ്ടാക്കിയെടുക്കാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഈ വിഷയങ്ങളിലൊക്കെ ജീവിതത്തിലൊക്കെ ഒരു ബർക്കത്തില്ലാത്തതും നമുക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ചോദിക്കുകയുള്ളൂ. അല്ലാത്ത സന്ദർഭത്തിലും നമ്മൾ റബ്ബിനോട് എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. ഇമാം ഇബ്നു അബീ ദുനിയക്ക് മുജാബു ദഅവ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. ദുആക്ക് ഉത്തരം കിട്ടിയ മഹാരഥന്മാർ, ആ ദുആ പ്രാർത്ഥിച്ചു ദുആ കിട്ടിയ ഉത്തരം കിട്ടിയ മഹാരഥന്മാരെ കുറിച്ച് പറയുന്ന കിതാബ. ഞാൻ പറഞ്ഞു, ഓരോ പ്രത്യേകമായ വിഷയത്തിലും പ്രത്യേകമായ കിതാബ് രചിച്ച മഹാനാണ് ഇമാം ഇബ്നു അബീ ദുനിയ. ആ ഇബ്നു അബീ ദുനിയക്ക് മുജാബു ദഅവ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. ആ കിതാബിൽ കാണാം, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റജുലുൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ അൻസാർ. റസൂലുള്ളാഹിന്റെ സ്വഹാബിയായ അൻസാറുകളിൽപ്പെട്ട ഒരു മഹാൻ, യുകന്ന അബാ മുഅല്ലഖ്, അദ്ദേഹം അബൂ മുഅല്ലഖ് എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ അബൂ മുഅല്ലഖ് എന്ന് പറയുന്ന മനുഷ്യൻ വകാന താജിറൻ യത്തജിറു ബിമാലിൻ ലഹു വലിഗൈരിഹി, അദ്ദേഹം നല്ല കച്ചവടക്കാരനായിരുന്നു. യദ്രിബു ബിഹാ ഫിൽ ആഫാഖ്, ലോകത്തിന്റെ നാനാഭാഗത്തും നടന്ന് കച്ചവടം ചെയ്യുന്ന മഹാനാണ്. അതോടൊപ്പം വകാന നാസികം വരിഅൻ, വളരെ സൂക്ഷ്മതയോടുകൂടെ കച്ചവടം ചെയ്യുന്ന മഹാനാണ്. കച്ചവടം നല്ല രീതിക്ക് ചെയ്യുന്ന മഹാനാണ്. വളരെ സൂക്ഷിച്ചേ ചെയ്യുകയുള്ളൂ. റസൂൽ പറഞ്ഞതല്ലേ, സത്യവാനായ കച്ചവടം നാളെ ശുഹദാക്കന്മാരുടെ കൂടെ എന്തായാലും ഉണ്ടാവുന്ന റസൂൽ പറഞ്ഞതാ. അപ്പൊ കച്ചവടം വൈരുലിൽ മുത്തഫിഫീൻ, എന്ത് ചെയ്യുക, കട്ട് തൂക്കി എന്ത് ചെയ്യുക, അളവിലൊക്കെ തൂക്കത്തിലൊക്കെ എന്ത് ചെയ്യുക, കട്ട് കൊടുക്കുന്ന ആളുകൾക്ക് വൈരെന്ന് പറയുന്ന നരകമുണ്ട് എന്ന് റസൂൽ പറഞ്ഞു. അതുകൊണ്ട് കച്ചവടത്തിൽ സൂക്ഷ്മതയോടുകൂടെ കച്ചവടം ചെയ്യണം. എന്തായാലും അബൂ മുഅല്ലഖ് റളിയല്ലാഹു അൻഹു വളരെ സൂക്ഷ്മതയോടുകൂടെ കച്ചവടം ചെയ്ത മഹാനാണ്. അദ്ദേഹം ഫഖറജ മറത്തൻ, ഒരു ദിവസം പുറപ്പെട്ടു സാധനങ്ങളുമായി. ലഖിയഹു ലിസ്സുൻ മുഖ്നിഉം ഫിസ്സലാഹ്, രാത്രിയിലതാ ആയുധധാരിയായ ഒരു കള്ളൻ വരുന്നു. ഫഖാല ലഹു, എന്നിട്ട് പറയുന്നു, നിന്റെ അടുക്കുള്ള ചരക്കെല്ലാം ഞാൻ വാങ്ങും, എന്നിട്ട് നിന്നെ ഞാൻ കൊല്ലും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അമ്മൽ മാലു, അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്തിനാണ് എന്നെ നിങ്ങൾ കൊല്ലുന്നത്? എന്റെ മുതൽ നിങ്ങൾ എടുത്തോളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മുതലെന്തായും ഞാൻ എടുക്കും, പക്ഷേ ഇപ്പൊ ഞാൻ നിന്നെ കൊല്ലാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. അപ്പൊ കാല, അദ്ദേഹം പറഞ്ഞു, ഏതായാലും ഈ കള്ളന്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെടുകയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ അന്ത്യാഭിലാഷമല്ലേ, ഫദർനി ഉസല്ലി 4 റക്അത്ത്, 4 റക്അത്ത് നിസ്കരിക്കാനൊന്ന് എനിക്ക് അവസരം തരുമോ? 4 റക്അത്ത് നിസ്കാരം നിസ്കരിക്കാൻ എനിക്ക് അവസരം തരുമോ? അപ്പൊ കള്ളൻ പറഞ്ഞു, സല്ലിമാ ബദാലക, ഓക്കേ നിസ്കരിച്ചോ. അങ്ങനെ ആ സ്വഹാബിയായ അബൂ മുഅല്ലഖ് വുളൂ ചെയ്തു. എന്നിട്ട് സുമ്മ ദഖല ഫീ സ്വലാത്തിഹി, നിസ്കാരത്തിൽ കടന്നു. ഫലമ്മാ സജദ, സുജൂദ് ചെയ്തു. ദഅ റബ്ബഹു, റബ്ബിനോട് ദുആ ചെയ്തു.
റബ്ബിനോട് ദുആ ചെയ്തു. എന്തെന്നാണ് റബ്ബിനോട് ദുആ ചെയ്യുന്നത്? ദുആയിൽ അദ്ദേഹം പറയുന്നുണ്ട്, യാ വദൂദ് യാ വദൂദ് യാ വദൂദ് യാ ദൽ അർശിൽ മജീദ് യാ ഫഅാലുൽ ലിമാ യുരീദ് അസ്അലുക ബിഇസ്സിക അല്ലദീ ലാ യുറാം വമുൽകിക അല്ലദീ ലാ യുളാം വബിനൂരി വജ്ഹിക അല്ലദീ മലഅ അർകാനി അർശിക അൻ തുഫർരിജ അന്നി മാ അന ഫീഹി യാ മുഗീസ് അഗ്സിനി യാ മുഗീസ് അഗ്സിനി യാ മുഗീസ് അഗ്സിനി എന്നുള്ള ദുആ ആണ് അദ്ദേഹം സുജൂദിൽ കടന്ന് ദുആ ചെയ്യുന്നത്. സുജൂദിൽ കടന്ന് അദ്ദേഹം ഈ ദുആ ആണ്. ഈ ദുആ ഇന്ന് നാടുകളിലൊക്കെ ചെല്ലുന്ന ഖുതുബിയ്യത്തിന്റെ ലാസ്റ്റ് ദുആയിൽ ഈ ദുആ പറയുന്നുണ്ട്, യാ വദൂദ് യാ വദൂദ് യാ ദൽ അർശിൽ മജീദ് എന്ന് പറയുന്ന ദുആ. ആ ദുആ ആണ് അദ്ദേഹം ദുആ ചെയ്യുന്നത്. അങ്ങനെ ദുആ ചെയ്ത് സുജൂദിൽ കടന്ന് 3 പ്രാവശ്യം ഈ ദുആ അങ്ങോട്ട് ചെയ്തപ്പോൾ ഫൈദ് ജാറജുലുൻ യർകബു ബിയദിഹി സൈഫുൻ, വാള് പിടിച്ച് വാഹനപ്പുറത്തതാ ഒരു യാത്രക്കാരൻ കടന്നു വരുന്നു. വതഖദ്ദമ ഇലൽ ലിസ്സി, കള്ളനിലേക്ക് അങ്ങോട്ട് ചെന്നു. ഫതഅനഹു, വാള് കൊണ്ടൊരു കുത്തുകുത്തി. ഫഖതലഹു വഅതാഹ ബിഹാ ഉനുഖഹു, ഒരൊറ്റ വെട്ടാണ്. അദ്ദേഹത്തിന്റെ തല അതാ തെറിച്ചു വീഴുന്നു. ഫഖാല, എന്നിട്ട് ആ വാഹനത്തിൽ കയറി വന്ന മനുഷ്യൻ പറയുകയാണ്, കും, ഓ സുജൂദിൽ കടക്കുന്ന അബൂ മുഅല്ലഖേ, എണീക്കുക. ഖാല, അബൂ മുഅല്ലഖ് എന്ന സഹാബി പറഞ്ഞു, മൻ അൻത, നിങ്ങൾ ആരാണ്? വമൻ അർസലക, നിങ്ങൾ അയച്ചതാരാണ്? വഖദ് അഗാസനി അല്ലാഹു ബികൽ യൗമ, ഇന്ന് അല്ലാഹു നിങ്ങളെ കൊണ്ട് എന്നെ സഹായിച്ചല്ലോ. വമിൻ അയ്യ ബിലാദിൻ അൻത, ഏത് നാട്ടിൽ നിന്നാണ് നിങ്ങൾ വരുന്നത്? ഖാല, മനുഷ്യൻ പറഞ്ഞു, അന മലക്കും മിൻ അഹ്ലിസ് സമാഇസ് സാബിഅ, ഞാൻ 7ാം ആകാശത്തിലുള്ള ഒരു മലക്കാണ്. നിങ്ങൾ സുജൂദിൽ കടന്ന് ആത്മാർത്ഥമായി യാ മുഗീസ് അഗ്സിനി, പടച്ചവനെ എന്നെ സഹായിക്കണേ, പടച്ചവനെ എന്നെ സഹായിക്കണേ, പടച്ചവനെ എന്നെ സഹായിക്കണേ എന്ന് ആത്മാർത്ഥമായിട്ട് സുജൂദിൽ കടന്ന് ദുആ ചെയ്ത സന്ദർഭത്തിൽ ഫസഅൽതുല്ലാഹ യുവല്ലിയനി ഖത്ലഹു, ഈ തമ്മാടിയായ ഈ കള്ളനെ കൊല്ലാൻ എന്നെ ഏൽപ്പിക്കണേ എന്ന് ഞാൻ റബ്ബിനോട് ആവശ്യപ്പെട്ടു. അപ്പ റബ്ബ് എനിക്ക് സമ്മതം തന്നു. ആ സമ്മതപ്രകാരം ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ തിരിച്ചു പോവുകയാണ്. അപ്പൊ ആത്മാർത്ഥമായ ദുആക്ക് ഇജാബത്തുണ്ട്. എന്ത് വിഷയത്തിലും ഇജാബത്ത് കിട്ടും. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആരെങ്കിലും വുളൂ ചെയ്ത് 4 റക്അത്ത് നിസ്കരിച്ച് ഈ ദുആ ചെയ്താൽ അവന് ഇജാബത്ത് കിട്ടുമെന്ന വിഷയത്തിൽ സംശയമില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാൻ കടന്നു വരികയാണ്. അത് ഹാദാ ശഹ്റുദ് ദുആ, അത് ദുആഇന്റെ മാസമാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി റബ്ബിലേക്ക് നമ്മുടെ ദോഷങ്ങൾ ഇറക്കി വെക്കണം. മുസ്ലിമീങ്ങളായ നാം എത്ര ഭാഗ്യവാന്മാരാണ്. ചോദിക്കാൻ ഒരു റബ്ബുണ്ട്, സ്നേഹിക്കാൻ ഒരു നബിയുണ്ട്, ഓതാൻ ഒരു ഖുർആനുണ്ട്, സമാധാനിക്കാൻ ഒരു പടച്ചവനുണ്ട്. അതുകൊണ്ട് റമദാനിന്റെ രാത്രി കരയാനുള്ളതാണ്. ഹബീബ് കരഞ്ഞിട്ടുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ടുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ടുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ടുണ്ട്. ഫീ ഖദ്ദി ഫാറൂഖിൻ മിനൽ ഖുലഫാഇ ഖത്താനി അസ്വദാനി അസ്റാഖാനി. ഫാറൂഖ് തങ്ങൾ കരഞ്ഞിട്ട് 2 കവിൾത്തലത്തിൽ കറുത്ത 2 വരകൾ വീണിട്ടുണ്ട്. അത്രത്തോളം കരഞ്ഞ മഹാനാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഫല്യദ്ഹകൂ ഖലീലൻ വല്യബ്കൂ കസീറാ, ഈ കുറഞ്ഞ ജീവിതത്തിൽ കുറച്ചേ നിങ്ങൾ ചിരിക്കാൻ പാടൂ. കൂടുതലും ചിരിക്കാനുള്ളതല്ല, കൂടുതലും കരയാനുള്ളതാണ്. കാരണം ലൗ തഅലമൂന മാ അഅലമു
അറിയുന്ന വിഷയങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലളഹിഖ്തും ഖലീലൻ വലബകൈതും കസീറാ, നിങ്ങൾക്ക് കരയാനേ സമയമുണ്ടാവുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി പറഞ്ഞതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഹാദാ ശഹ്റുദ്ദുആ, ഇത് ഖുർആനിന്റെ മാസമാണ്, ഇത് നിസ്കരിക്കാനുള്ള മാസമാണ്, ഇത് ദുആ ചെയ്യാനുള്ള മാസമാണ്. അതോടൊപ്പം ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഹാദാ ശഹ്റു സ്വലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാനുള്ള മാസവുമാണ്. അതുകൊണ്ട് സല്ലു അലാ ഖൈരിൽ അനാമി വമൻ ബിഹി തൻജുൽ ഇബാദ ബിമൗഖിഫിൽ അഹ്വാലി. നമ്മുടെ നേതാവായ, നമ്മുടെ എല്ലാമെല്ലാമായ ആദരവായ മുത്തുനബിയുടെ മേല് നിങ്ങൾ സ്വലാത്ത് ചൊല്ലണേ. തൻജുൽ ഇബാദ ബിമൗഖിഫിൽ അഹ്വാലി, ആരാരും സഹായിക്കാനില്ലാത്ത ഭയാനകരമായ ആ അവസ്ഥയിൽ ഖിയാമത്ത് നാളിന്റെ മുറ്റത്ത് നിന്റെ സംരക്ഷകനായി സ്വലാത്ത് നിനക്ക് വരും മകനെ. ഇന്ന സ്വലാത്ത അലൻ നബി ഹബീബിനാ മിൻ അഫ്ളലിൽ അഅ്മാലി വൽ അഫ്ആലി. റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ അത് ലോകത്തുള്ള മുഴുവൻ പ്രവർത്തനങ്ങളിലും ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങളിൽപ്പെട്ട ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് മോനെ, ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസല്ലില്ലാഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ തോഹാ കഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമാ. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. റമളാൻ മാസത്തിൽ സ്വലാത്ത് ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടവരുണ്ട്. അതുകൊണ്ട് മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലി റമളാൻ മാസം നാം ധന്യമാക്കണം. അതിനു പകരമായി ഉറക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്റെ